നമ്മുടെ സമൂഹത്തിൽ ഇന്ന് പല മേഖലകളിലും അനാചാരങ്ങളും മാമൂലുകളും അതേപോലെ തന്നെ അന്ധവിശ്വാസങ്ങളും ഒക്കെ കടന്നു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിലും ഇന്ന് മുസ്ലിം സമുദായത്തിൽ പല നിലക്കുമുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഖുർആനും സുന്നത്തും അടിസ്ഥാനമാക്കി എല്ലാ തരത്തിലുള്ള അനാചാരങ്ങളും മുക്തമായ ഒരു ഹജ്ജ്, അതാണ് സ്വർഗത്തിന് പകരമായിട്ടുള്ള ഹജ്ജ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട് എന്ത്, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെയാണോ നമസ്കരിച്ചത് അപ്രകാരം നിങ്ങൾ നമസ്കരിക്കണം. അതുപോലെ ഹജ്ജിന്റെ വിഷയത്തിൽ സ്വഹാബത്തിനോട് പറഞ്ഞു, ഖുദൂ അന്നി മനാസികക്കും, നിങ്ങൾ ഹജ്ജിന്റെ കർമ്മങ്ങൾ എന്നിൽ നിന്ന് കണ്ടുപഠിക്കണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിലും ആദ്യമായും അവസാനമായും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ ഹജ്ജ് ചെയ്തിട്ടുള്ളൂ. ആ ഹജ്ജ് സ്വഹാബത്തിന് കൃത്യമായി പകർന്നു കൊടുത്തു. അതാണ് ഇന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പരിശുദ്ധമായ കഅബാലയത്തിൽ അവിടെ തൗബയും സ്വലാത്തും അതേപോലെ തന്നെ പിന്നെ ഹജ്ജ് കർമ്മങ്ങളും ഒക്കെ തുടങ്ങിയിട്ട് 4000 ചില്ലാന വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിലൂടെ ഉമ്മത്ത് മുസ്ലിമിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മില്ലത്ത് അനുസരിച്ചുള്ള ശരീഅത്തായ ഹജ്ജ് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ് കൽപ്പിക്കപ്പെട്ടത്. എന്നാൽ അതിനു മുമ്പും അവിടെ മില്ലത്ത് ഇബ്രാഹിം എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പാത അനുസരിച്ച് ഹജ്ജ് നടന്നിരുന്നു. പക്ഷെ ആ ഹജ്ജുകളെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നത് മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ ചെയ്ത ഹജ്ജ് എന്നാണ്. മക്കത്തെ മുശ്രിക്കുകൾ അവിടെ അറഫയിൽ സമ്മേളിച്ചിട്ടുണ്ട്, മുസ്ദലിഫയിൽ വന്നിട്ടുണ്ട്, മിനയിൽ വന്നിട്ടുണ്ട്, അവര് നോമ്പ് നോച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ അവർ തവാഫ് സഈ നടത്തിയിട്ടുണ്ട്. അവർ അല്ലാഹുവിന്റെ മഹത്വത്തെ ഉദ്ഘോഷിച്ചുകൊണ്ട് ലബ്ബൈക അല്ലാഹുമ്മ എന്ന തൽബിയത്ത് ചൊല്ലിയിട്ടുണ്ട്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടായ അപകടം, അവർക്കുണ്ടായ വ്യതിയാനം അത് അല്ലാഹു തആല 2 ആയത്തിലൂടെ വ്യക്തമായി പറഞ്ഞു. ഒന്ന്, വമാ യുമിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ, ആ മക്കയിലുണ്ടായിരുന്ന ജാഹിലികൾ അവരിൽ അധികം ആളുകളും അല്ലാഹുവിൽ വിശ്വാസമുള്ളവരാണ്. അല്ലാഹ് ഇല്ലെന്ന് പറഞ്ഞവരല്ല, അല്ലാഹ് ഖാലിഖല്ല, അല്ലാഹ് റാസിഖല്ല എന്ന് പറഞ്ഞവരല്ല, അല്ലാഹയാണ് ഈ ആകാശഭൂമികളെ പടച്ചത് എന്ന് അവർ സമ്മതിക്കുന്നുണ്ട്. രാവും പകലും ഉണ്ടാക്കുന്നത് അല്ലാഹയാണെന്ന് അവർ പറയുന്നുണ്ട്. മരിച്ചവരെ ജീവിപ്പിക്കുന്നവരും ജീവിച്ചവരെ മരിപ്പിക്കുന്നവരും ഒക്കെ അല്ലാഹയാണെന്ന് അവർ പറയുന്നുണ്ട്. മുദബ്ബിറുൽ അംർ, ലോകത്തിന്റെ മൊത്തം കൈകാര്യകർത്താവ് ആരാന്ന് ചോദിച്ചാൽ അത് അല്ലാഹയാണെന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ വമാ അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ, അവരിൽ അധികം ആളുകളും അല്ലാഹുവിൽ വിശ്വസിച്ചത് ശിർക്ക് കലർത്തിക്കൊണ്ടാണ്. അല്ലാഹ്ക്ക് ഒരിക്കലും ഇഷ്ടമില്ലാത്ത, അല്ലാഹ് ഏറ്റവും വലിയ കോപം എന്ന് പറഞ്ഞ പാപം, അതാണ് അശ്ശിർക്കു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കുചേർക്കൽ. ആ വിശ്വാസം നിലനിർത്തിക്കൊണ്ടാണ് അവര് അവിടെ നിസ്കരിച്ചതും നോമ്പ് നോറ്റതും ഹജ്ജ് ചെയ്തതും അവര് ജീവിച്ചതൊക്കെ. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവര് മുസ്ലിമീങ്ങൾ എന്നല്ല പറയാ, മറിച്ച് മക്കയിലെ മുശ്രിക്കുകൾ എന്നാണ് അവരെ പറ്റി പറയാ, മക്ക കാഫിറുകൾ എന്നാണ് അവരെ പറ്റി പറയാ. അല്ലാഹു തആല മറ്റൊരു ആയത്തിലൂടെ പറഞ്ഞു, വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി, അല്ലാഹുവിനെ അവർ കണക്കാക്കാൻ രൂപത്തിൽ കണക്കാക്കിയില്ല, കണക്കാക്കാൻ രൂപത്തിൽ അവർ കണക്കാക്കിയില്ല. എന്തായിരുന്നു അവരുടെ ഹജ്ജ്? വിശുദ്ധ ഖുർആൻ പറഞ്ഞു, പല ആയത്തുകളും പറഞ്ഞിട്ടുണ്ട്. ആയത്തിൽ ഭാഗം മാത്രം പറയാനുള്ളത് ബുഖാഅം വതസ്ദിയ, അവരുടെ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ചില ശംഖനാദങ്ങൾ വിളിക്കുക, കൂക്കുക, ചില കുഴലൂത്തുകളും ചില ഓരിയിടലുമായിരുന്നു. അതേപോലെ തന്നെ അവര് പരിശുദ്ധ കഅബാലയത്തിലേക്ക് തവാഫ് ചെയ്യാൻ വേണ്ടി അബൂജഹൽ അടങ്ങുന്ന മക്കത്തെ മുശ്രിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പ്രവാചകനായതിനു മുമ്പ് തന്നെ വന്നിരുന്നു ആ ഹജ്ജ് കർമ്മത്തിന്. പക്ഷെ അവർ ഹജ്ജ് ചെയ്യുമ്പോ അവിടെ തവാഫ് ചെയ്യുമ്പോൾ ഉംറ ചെയ്യുമ്പോൾ എന്തായിരുന്നു അവർ ചെയ്തിരുന്നത്? രാത്രി സമയങ്ങളിൽ സ്ത്രീകൾ വരും വസ്ത്രം ഉടുക്കാതെ, പകൽ സമയങ്ങളിൽ പുരുഷന്മാർ വരും വസ്ത്രമില്ലാതെ. എന്തിനാ വരുന്നത്? വസ്ത്രം എന്ന് പറഞ്ഞാൽ അവർ പറയാൻ ഞങ്ങൾ പലിശക്ക് പണം എടുത്തവരാണ്, പണം കൊടുത്തോലാണ്, അതേപോലെ തന്നെ കള്ളക്കച്ചവടം ചെയ്തവരാണ്, മദ്യപിച്ചവരാണ്, വ്യഭിചരിച്ചവരാണ്. അപ്പൊ ഞങ്ങൾ ഈ സകലമാന തിന്മകളും ചെയ്തത് ഈ വസ്ത്രം ഉപയോഗിച്ചാണ്. അതുകൊണ്ട് ഈ വസ്ത്രത്തോടുകൂടി പരിശുദ്ധമായ അല്ലാഹുവിന്റെ മുമ്പിൽ ചെല്ലുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത് സഹിക്കൂല. അതുകൊണ്ട് ഞങ്ങൾ ആത്മാർത്ഥത കൊണ്ടാണ് അവർ ഞങ്ങൾ വസ്ത്രം അഴിച്ചു വെച്ചിട്ടാണ് ചെയ്യാൻ. അതാണ് അവരുടെ പ്രവൃത്തി. ഇനി വേറെ അത്ഭുതം കേൾക്കണോ നിങ്ങൾക്ക്? അവർ ഹജ്ജിന് വേണ്ടി വരുമ്പോൾ ചെല്ലുന്ന തൽബിയത്ത് എന്താ? ഇന്ന് വിശ്വാസികൾ ചെല്ലുന്ന തൽബിയത്ത് എന്താണ്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, നിന്റെ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് ഇതാ റബ്ബേ ഞങ്ങൾ വന്നിരിക്കുന്നു. ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, നിനക്കൊരു പങ്കുകാരനമില്ല റബ്ബേ.
ഇന്നൽ ഹംദ വന്നിഅമത മുഴുവൻ സ്തുതികളും നിനക്കാണ്, എല്ലാ നിലക്കുള്ള നിഅമത്തുകളും നിന്നിൽ നിന്നാണ്. അതുകൊണ്ട് ലാ ശരീക ലക, നിനക്കൊരു പങ്കുകാരനുമില്ല അല്ലാഹ്. അപ്പൊ ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിച്ച അള്ളാഹ്ക്ക് യാതൊരു പങ്കുകാരുമില്ല, ഒരു കൂറുകാരുമില്ല. സകലമായ നിഅമത്തുകളും അനുഗ്രഹങ്ങളും എല്ലാം അള്ളാഹുവിൽ നിന്ന് മാത്രമാണ്. അല്ലാഹുവല്ലാത്ത ഒരാൾക്കും നൽകാൻ കഴിയില്ല എന്ന തൗഹീദിൽ ചാലിച്ച ആ മഹത്തായ മന്ത്രധ്വനികളാണ് യഥാർത്ഥത്തിൽ ഹജ്ജിന്റെ ആകത്തുക. ഹജ്ജിലെ കാര്യമായ ദിക്റെന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. പിന്നെയുള്ള ദിക്റെന്താണ്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. പിന്നെ റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. എന്നാ ഇതിനൊക്കെ പുറമെ അനാസികുൽ ഹജ്ജ്, ഹജ്ജിന്റെ കർമ്മങ്ങൾ എന്ന് പറഞ്ഞിട്ട് കൊല്ലം കൊല്ലം ഓരോരുത്തർ അടിച്ചു വിടുക. പണ്ടത്തെ കാലത്ത് മനാസികുൽ ഹജ്ജ് തന്നെ ആകെപ്പാടെ 2-3 പേജുള്ളൂ. പിന്നെ അത് 66 33 വക, 66 വക, 126 വക, 666 വക. നമ്മുടെ നാട്ടിൽ മൗദി കിതാബ് ആയില്ലേ ഹജ്ജ് കിതാബിന് മനാസിക് അല്ലേ? ഇപ്പൊ എത്ര കട്ടി ഇത് മുഴുവൻ ഓരോരുത്തർ ഓരോ കൊല്ലം പലതും തിരിച്ചേർക്കുകയാണ്. ഹജ്ജിന്റെ കർമ്മങ്ങളിൽ പെടാത്ത പല സുന്നത്തുകൾ ഉണ്ടെന്നാണ് കയറ്റിവിടുക. പല ദിക്റുകളും പല ദുആകളും പലയിടത്തും ഒരു ദുആ, ചാല് കാണുമ്പോൾ ഒരു ദുആ, കഅബത്തിലെ കല്ല് കാണുമ്പോൾ ഒരു ദുആ, ഇപ്പുറത്തെ ഒരു ദുആ, ഉത്തരം കിട്ടാൻ സാധ്യത മറ്റൊരു ദുആ, അങ്ങനെ പല ദുആകൾ ഉണ്ടാക്കിയിട്ട് അവളൊക്കെ സാധുക്കൾ നോക്കി തപ്പി തെരഞ്ഞ് ഇടങ്ങാറാക്കുക. ഇതിനൊന്നും ആവശ്യമില്ല. അപ്പൊ മക്കത്തെ മുശ്രിക്കുകള് ഈ തൽബിയത്തിന് പകരം ചെല്ലിയ തൽബിയത്ത് നമ്മൾ കേൾക്കണം, അത്ഭുതപ്പെടണം. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. അബൂജഹൽ പറയാണ്, റബ്ബേ നിന്റെ വിളിക്കുത്തരം ചെയ്ത് ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞ വാക്കെന്താ? ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, നിനക്ക് ഒരു പങ്കുകാരനുമില്ല റബ്ബേ. നമ്മൾ പറഞ്ഞു അതേപോലെ നമ്മൾ വിചാരിക്കും മാഷാ അല്ലാഹ് അബൂജഹൽ ആജിയായോ മുഅ്മിനായോ? ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടിട്ട് അവരോട് പറയും നിർത്തിക്കാളി, അവിടെ നിർത്തിക്കാളി, ബാക്കിയുള്ള നിങ്ങൾ പറയല്ലേ. ബാക്കിയുള്ള എന്താ? ഇന്നൽ ഹംദല്ല വന്നിഅമതല്ല ലാ ശരീക ലകല്ല. അവർ പറയുന്നത് പിന്നീട് പറയുന്നത് എന്താണ്? ഇല്ലാ ശരീകൻ ഹുവ ലക, ഒരു പങ്കുകാരൻ നിനക്കുണ്ട്. ഒരു പങ്കുകാരനില്ല റബ്ബേ എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയാണെന്ന് ഇല്ലാ ശരീകൻ, ഒരു പങ്കുകാരൻ നിനക്കുണ്ട്. ഹുവ ലക, അത് നിനക്കുള്ളതാണ്. തംലികുഹു വമാ മലക, അവർക്ക് എന്തൊക്കെ കഴിവുണ്ടോ അതൊക്കെ നിന്റെ ഉടമസ്ഥതയിലാണ്. അപ്പൊ സ്വന്തം കഴിവില്ല, അള്ളാഹ് കൊടുത്ത കഴിവ്. ഇന്നത്തെ നമ്മുടെ നാട്ടിലെ പല മൂല്യന്മാരും ആൾക്കാരോട് പറഞ്ഞു കൊടുക്കാനല്ലോ, അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും അള്ളാഹ് കൊടുത്ത കഴിവ്. ആ കൊടുത്ത കഴിവെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്, അല്ലാതെ സ്വന്തം കഴിവെന്നല്ല. അള്ളാഹിനെ പോലെ നമ്മള് ബദരീങ്ങളെ കാണില്ല, അള്ളാഹിനെ പോലെ ഒമ്പർത്തങ്ങളെ കാണില്ല, അള്ളാഹിനെ പോലെ ഞങ്ങൾ ഒരിക്കലും പിന്നെ എന്ത് ചെയ്യില്ല, ഔലിയാക്കന്മാരെ കാണില്ല, മരിച്ചവരെ കാണില്ല. അബൂജഹലും പറഞ്ഞത് ആരെ പറ്റിയ? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, നിന്റെ വിളിക്കുത്തരം ചെയ്ത് ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു. ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, നിനക്ക് പങ്കുകാരില്ല. എന്നിട്ട് പറയാണ് ഇല്ലാ ശരീകൻ ഹുവ ലക, ഒരു പങ്കുകാരൻ നിനക്കുണ്ട്. തംലികുഹു വമാ മലക, അവർക്ക് എന്തൊക്കെ കഴിവുണ്ടോ അതൊക്കെ നിന്റെ ഉടമസ്ഥതയിലുള്ള കഴിവ്, നീ കൊടുത്ത കഴിവാണ്. ആരാ? ഏതെങ്കിലും ഒരു പേരും അറിയാത്ത ഏതെങ്കിലും തരത്തിലുള്ള വേളാങ്കണ്ണി മാതാവ് മറ്റേ മാതാവ് എന്നൊക്കെ ഹിന്ദുക്കൾ പറയുന്ന പോലെ ഏതെങ്കിലും വിഗ്രഹങ്ങളാണോ? അല്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാം, അതേപോലെ തന്നെ ഈസ അലൈഹിസ്സലാം, ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിലും ഖുർആൻ തഫ്സീറുകൾ പരിശോധിച്ചാൽ കാണാം ഇവരൊക്കെ അമ്പിയാക്കളും അല്ലാഹു തആല ഇഷ്ടപ്പെട്ട സ്വാലിഹീങ്ങളും ആ നാട്ടുകാരെ ആദരിച്ചിരുന്നവരുമായ നല്ല മനുഷ്യന്മാരുമായിരുന്നു. അപ്പൊ ഏതെങ്കിലും ഒരു പേരില്ലാത്ത അഡ്രസ് ഇല്ലാത്ത ഏതെങ്കിലും ആൾക്കാരല്ല മക്കത്തെ മുശ്രിക്കുകൾ ഇസ്തിഹാസ ചെയ്തത്, തേടിയത്, വരുന്നത്, അവിടെ നേർച്ച വഴിപാടിൽ കൊടുത്തത്. അതിനെക്കുറിച്ച് അല്ലാഹ് പറഞ്ഞത് ശിർക്ക് എന്നാണ്. പിന്നെ എങ്ങനെയാ സഹോദരങ്ങളെ അബൂജഹൽ ഇബ്രാഹിം നബിയെ തേടിയാൽ ശിർക്കാവുമെങ്കിൽ ആ ഒരു അബൂബക്കർ മുസ്ലിയാര് മുഹമ്മദ് നബിയോട് തേടിയാൽ ശിർക്കാവൂലേ? അള്ളാഹ്ക്കുള്ള പക്ഷപാതിത്വം അബൂജഹൽ ആയതുകൊണ്ടോ നരകത്ത് കിടക്കട്ടെ, അബൂബക്കറൊക്കെ ആയതുകൊണ്ടോ സ്വർഗ്ഗത്ത് പോട്ടെ, അങ്ങനെ ഇല്ല. കടത്തിട്ട് ജാറത്തിന് മുമ്പിൽ പോകുന്ന ഒരു മനുഷ്യൻ ആ ജാറത്തിന്റെ മണ്ണോ അതിന്റെ സിമെന്റോ അതിന്റെ കല്ലോ അവിടെ മൂടിയ തുണിയോ അല്ല കേൾക്കുന്നു വിശ്വസിക്കുന്നത്. പിന്നെ അതിനകത്തുള്ള മഹാൻ കേൾക്കുന്ന തന്നെയല്ലേ കല്ലിന് മുമ്പിൽ പോകുന്ന ഹിന്ദുവിന്റെ വിശ്വാസം. ആ കൊത്തി ഉണ്ടാക്കിയ ആ വിഗ്രഹം കേൾക്കുന്ന അല്ല, അതൊരു കൗശലക്കാരൻ, അതൊരു കരവിരുതുകാരൻ കൊത്തി ഉണ്ടാക്കിയതാണ്, അവനറിയാം. പക്ഷെ അതിന് പിന്നിലുള്ള മൂർത്തി അത് അള്ളാഹുവിന്റെ പാർട്ട്ണറാണ്, അള്ളാഹുവിന്റെ അടുത്തവനാണ്. ഇതിന്റെ മക്കത്തെ മുശ്രിക്കുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും വയഅബ്ദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുറുഹും വലാ യൻഫഉഹും വയഖൂലൂന ഹൗലാഇ ശുഫാഉനാ ഇൻദല്ലാഹ്. അല്ലാഹ് ചോദിക്കാണ്, ഒരു ഉപകാരങ്ങൾക്ക് ഉപദ്രവം ചെയ്യാത്ത, നിങ്ങളെ ദുആ കേൾക്കാത്ത, ഉത്തരം ചെയ്യാത്ത ഈ മരിച്ചുപോയ ഇബ്രാഹിം നബി ഇസ്മായിൽ എന്തിനാണ് ഇവരെ മുമ്പിൽ പോയി സങ്കടം പറയുന്നത്? എന്തിനാണ് ഇവിടെ പോയി നിങ്ങൾ നേർച്ച കൊടുക്കുന്നത്? പോലെ നിങ്ങൾ എന്തിനാ പ്രാർത്ഥിക്കുന്നത് ചോദിച്ചാൽ മക്കത്ത് അബൂജഹൽ
അബൂജഹൽ അടങ്ങുന്ന മുശ്രിക്കുകൾ പറയുന്ന മറുപടി എന്താണോ? അവരൊന്നും പഠിച്ചവന്മാരെ പോലെയെന്നല്ല. ഞങ്ങൾ അല്ലാഹുവിലേക്ക് അടുപ്പിക്കുന്ന മധ്യസ്ഥന്മാർ മാത്രമാണ് മുഹമ്മദ്. കണ്ടോ, ഇന്നത്തെ ആൾക്കാർ പറഞ്ഞ എന്താണ്? അള്ളാഹുവിന്റെ ദാത്തിലോ അസ്മായിലോ അള്ളാഹിനെ പോലെ വിശ്വസിച്ചുകൊണ്ട് തേടിയാലേ പ്രശ്നമുള്ളൂ, അല്ലെങ്കിലോ ഒരു കുഴപ്പമില്ല. അബൂജഹലൊക്കെ ഒന്നാം നമ്പർ മുസ്ലിം ആകണ്ടേ? റസൂൽ അവരോട് പറയുന്നത് എന്താ? ഇങ്ങനെ വിശ്വാസം നബിനെ എന്തിനാ പ്രത്യേകം മുശ്രിക്കരുത് പോലെ നമ്മൾ ഇസ്ലാമിക വിമർശിപ്പുണ്ട് അല്ല. പറയൂ എന്റെ റസൂലേ, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ തേർക്കുള്ളൂ. അതാണ് കറകളഞ്ഞ തൗഹീദ്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, കണ്ണ് കണ്ട മുഴുവൻ ജാറങ്ങളും ഒരുപാട് നാഗൂർ, മുത്തുപ്പേട്ട, അജ്മീർ സകല സ്ഥലത്ത് മുമ്പ് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ടിക്കറ്റ് വിസ ഒക്കെ കഴിഞ്ഞാൽ പിന്നെ പാസ്പോർട്ട് ടിക്കറ്റ് എടുത്ത് പോവുക. അവർക്ക് എല്ലാ ജാതകളും എന്നിട്ട് അവിടെ ചെന്ന് ആ ഖബറിന്റെ പുറത്ത് ഈ പാസ്പോർട്ട് ടിക്കറ്റും വെച്ച് ആ ഖബറാളിയോട് തേടിയോ ഞങ്ങളൊക്കെ കൊണ്ട് നിങ്ങൾ ഞങ്ങൾ പോവുകയാണ്, എല്ലാ നിലക്കുള്ള ഹൈറും ബർക്കത്തും തരണം. അള്ളാഹനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഒരു വിഗ്രഹമില്ലാത്ത, കല്ലില്ലാത്ത, മനമില്ലാത്ത, ജാറമില്ലാത്ത ആ പരിശുദ്ധമായ കഅബയിലേക്കാ പോണത്. ഇവിടുന്ന് എല്ലാ ജാതികളും തെണ്ടിട്ട പോണ്. എന്തിനാണ് നമുക്ക് കളിനെ? എന്തിനാണ് 2 ലക്ഷം രൂപ കളിനെ? ഒരു കാര്യമില്ല. പിന്നെ പല സ്ഥലത്തും പോയിക്കാണ്ട് ഊതിൽ കയറിയിട്ട് അവിടുത്തെ മണ്ണ് തിന്നുക, മറ്റോട് കയറിയിട്ട് അവിടുന്ന് കഴിച്ചിട്ട് വാങ്ങുക. അറഫയിൽ റസൂലിന്റെ പിന്നെ റൗദയിലെത്തി കഴിഞ്ഞാൽ ആ റസൂലിനെ കേൾക്കും ഇതിനോട് തേടുക. എന്തെല്ലാം ബിദ്അത്തുകളും എന്തെല്ലാം ശിർക്കും എന്തെല്ലാം അനാചാരാണ് ഹജ്ജിന് കൊണ്ടുപോകുന്ന അമീറന്മാരും അവരനുയായികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന സഹോദരങ്ങളെ, ഇതൊക്കെ നമ്മൾ വിട്ടുവെക്കണം. ശുദ്ധമായ തൗഹീദോടുകൂടി പോകുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടില് ഹജ്ജിന് പോകുമ്പോൾ കല്യാണം ഉണ്ടാക്കി, ഹജ്ജ് കല്യാണം എന്നാ പറയുന്നത്. ആദ്യത്തൊക്കെ ഇങ്ങനെ എല്ലായിടത്തും പോയി യാത്ര പറഞ്ഞാൽ മതി. പക്ഷെ പണ്ട് അങ്ങനെയായിരുന്നു, ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ യാത്ര പറഞ്ഞപ്പോഴും പോയിട്ട് 16-ാം തീയതി എന്നാണ് വരിട്ട്. ഞാന് 18-ാം തീയതി ഇന്നേ 16-ാം തീയതി വരുന്നേ വലിയ പരിപാടി. എന്നിട്ട് അവിടെ 25 വെള്ളക്കാറ്, 4-5 ഓടിക്കാറ്, BMW, എന്നിട്ട് ഇതിങ്ങനെ വരില്ല. ഒരു സർട്ടിഫിക്കറ്റ് മതി. എന്താ ഈ പൊങ്ങച്ചം കൊണ്ട് കാര്യമുള്ള? ഹജ്ജ് കല്യാണം ഉണ്ടാക്കുക, എന്നിട്ട് അതിന് പരസ്യം ചെയ്യാ. ഹജ്ജ് ടൂറായി മാറി സഹോദരങ്ങളെ. അത് അല്ലെ പെരുമക്ക് വേണ്ടി ഹജ്ജ് വല്ല കാര്യമുണ്ടോ? ഹാജി എന്ന പേര് കിട്ടാനൊക്കെ പണ്ട് പോലെ. ഇപ്പൊ അങ്ങനത്തെ പൂച്ചകളൊന്നുമില്ല. പണ്ടൊക്കെ അങ്ങനെ ഞാൻ 6-ാമത്തെ അച്ഛനെ കൊണ്ടുവന്ന പാത്രം എടുത്താൽ പാത്തുമോ അവൻ വിരുന്നേരടി കേൾക്കാം അച്ഛത്തിന് അറിയാൻ വേണ്ടിട്ട്. ഇന്നും പലരൊക്കെ പേരിന്റെ കൂടെ ഹാജിന്ന് ചേർത്തില്ലെങ്കിൽ തെറ്റിപ്പോണ ആൾക്കാർ വരെയുണ്ട് നാട്ടിൽ. എന്തിനതുകൊണ്ട് ഇതോടൊക്കെ എന്താ കാര്യം? അപ്പൊ എല്ലാം മാറ്റി നിഷ്കളങ്കതയോട് റബ്ബിന്റെ വചനം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പുറപ്പെടുന്ന ഒരു നാളേക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ഇനിയും പോകാനുള്ള അവസരമുള്ളവർ പോയവർ വീണ്ടും പോകാൻ ആഗ്രഹമുള്ളവർ പോകാം. ഉംറയും ഹജ്ജും ചെയ്യാൻ ആയുഷ്കാലത്തിൽ അല്ലാഹുവിന്റെ തൗഫീഖിന് വേണ്ടി ദുആ ചെയ്യുക. സകലമാന ശിർക്കും ബിദ്അത്തും അനാചാരങ്ങളും മാമൂലുകളും ഒഴിവാക്കുക. മനാസികുൽ ഹജ്ജ് എന്ന റസൂലുള്ളാഹിയുടെ സുന്നത്ത് അനുസരിച്ചുകൊണ്ടുള്ള ഹജ്ജ് കർമ്മങ്ങൾ മാത്രം നാം ചെയ്യുക. അതോടൊപ്പം തന്നെ അതിന് ഈ വർഷം പോകാൻ പറ്റാത്തവർക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത വർഷമെങ്കിലും പോകാനുള്ള തൗഫീഖിന് വേണ്ടി ദുആ ചെയ്യുക. ഉലൂഹിയത്ത് എന്ന മഹത്തായ ആ ഒരു ബലികർമ്മവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഖുതുബ അടുത്ത ആഴ്ച ഉണ്ടാകും. അടുത്ത ആഴ്ച ആ ഖുതുബക്ക് വേണ്ടി മനസ്സോടുകൂടി ഒരുങ്ങി വരികയും ഇൻഷാ അല്ലാഹ് ഖുതുബ കഴിയുന്നതോടുകൂടി ഇൻഷാ അല്ലാഹ് നമുക്ക് ഇവിടെ ഒരു പിന്നെ ഈ മഹലില് നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരു 2-3 അത്ഭുതത്തെങ്കിലും ഇവിടെ കമ്മിറ്റി കേന്ദ്രീകരിച്ച് ഇറക്കാൻ ഒരു സന്നദ്ധതയും അല്ലാഹു തആല എല്ലാവർക്കും നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മളിൽ നിന്ന് എല്ലാ തരത്തിലുള്ള അമലുകളും സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ പോരായ്മകൾ അല്ലാഹു മാപ്പാക്കി തരുമാറാകട്ടെ. ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പോകുന്ന ആളുകൾക്ക് അല്ലാഹു അനുകൂലമായ എല്ലാ അവസ്ഥകളും സാഹചര്യം ഉണ്ടാക്കി തരുമാറാകട്ടെ. ആ നാടിന്റെ നിർഭയത്വമുള്ള നാട്ടിൽ വളരെ ശാന്തമായ ഹജ്ജ് ചെയ്ത് തിരിച്ചു വരാൻ തൗഫീഖ് കൊടുക്കുമാറാകട്ടെ. അല്ലാഹു ശക്തമായ ചൂടാണ്, വരൾച്ചയാണ്, ശബ്ദമായ മഴയും തണുപ്പും ആശ്വാസവും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങൾ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ ബന്ധുമിത്രാദികളുടെ ഖബറുടെ മഗ്ഫിറത്തും റഹ്മത്തുമാക്കി തന്നെ അല്ലാഹ്. അല്ലാഹു ഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار سبحان ربك رب العزة عما يصفون والسلام على المرسلين والحمد لله رب العالمين. أقول قولي هذا أستغفر الله لي ولكم وجميع المسلمين من كل ذنب واستغفروه إنه الغفور الرحيم وصلى الله وسلم تسليما كثيرا. أقم الصلاة.